താങ്ക് യു ഫോർ കോളിംഗ് അസ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ AI സമ്മിറ്റാണ്. പക്ഷേ AI വരെ പോണ്ട, നമ്മളാരും ഇതുവരെ ഡിജിറ്റൽ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ AI എൻഡ് ഓഫ് ദ ഈ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സോ ബിഫോർ ദാറ്റ് ഐ വുഡ് ലെറ്റ് ദ സ്പീക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ഷാഹിൽ. തുടങ്ങിക്കോ, നിൻ്റെ ഫസ്റ്റ് പാനലല്ലേ? Hi everyone, എൻ്റെ പേര് ഷാഹിൽ. മേക്ക് യുവർ ഓൺ പെർഫ്യൂം MYOP എന്ന ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. 2018 നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 70+ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും പിന്നെ ഷോപ്പിഫൈ സ്റ്റോറും ആയിട്ട് വി ആർ സ്റ്റിൽ ഗ്രോയിങ്. We have touched 60 CR last financial year, and we'll be touching 82 this financial year. That's about the brand in Mysore. നിങ്ങൾ ഇത്രയും റവന്യൂയിലേക്ക് എത്തിയ ഞാൻ അറിയിച്ചിട്ടില്ല റെയ്ഹാൻ. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, ഞാൻ ഫാത്തിമ യാഹിയ. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് തൗയ എന്നാണ്. ജ്വല്ലറി ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറി, ആൻറ്റി ടാർണിഷ്, കളറ് പോവാത്ത ജ്വല്ലറിൻ്റെ ബിസിനസ്സാണ് തൗയ. നമ്മൾ ഓൺലൈനിലായിരുന്നു 5 വർഷമായിട്ട്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട്, 3 മാസമായിട്ട് ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ സ്റ്റോർ വരുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനും പോണത്. ഓക്കെ, ഷാബിൻ. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷാബിൻ റാസ. ഞാൻ ടീൻസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ലേഡീസ് അണ്ടർ ഗാർമെൻസിൻ്റെ ബ്രാൻഡിൻ്റെ ഡയറക്ടറാണ്. 2001 ഫാദർ സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്. ഇപ്പോൾ കറൻ്റ്ലി വി ഡൂയിങ് അറ്റ് നമ്മളിപ്പം കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന 4 സ്റ്റേറ്റിലാണ് നമ്മൾ ഓഫ്ലൈൻ ഓപ്പറേഷൻസ് ഉള്ളത്. ഇപ്പോൾ കൂടാണ്ട് 2 years ബാക്ക് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇ-കൊമേഴ്സിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ഡൂയിങ് പ്രട്ടി വെൽ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഓക്കെ, എ ഫ്യൂ ക്രോർസ് ദർ ആൾസോ. ഓക്കെ, ഷാഹിൽ നിന്ന് തുടങ്ങാം. ഷാഹില, ഞാൻ ആക്ച്വലി 1.5 കൊല്ലം മുമ്പ് റെയ്ഹാനെ കണ്ടപ്പോൾ റെയ്ഹാൻ പറയുന്നത് ഓൺലൈൻ ഭയങ്കര സംഭവമാണ്. അപ്പോൾ റെയ്ഹാൻ വളരെ ക്ലിയർ ആയിരുന്നു, എനിക്ക് എൻ്റെ നമ്പേഴ്സ് അറിയാം, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് മോർ സ്റ്റോഴ്സ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ശരിക്ക് ഓൺലൈൻ സ്കെയിലപ്പ് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ആക്ച്വലി അങ്ങനെയല്ല സ്റ്റോറി. വി ആർ സ്റ്റിൽ ഫോക്കസിങ് ഓഫ്ലൈൻ തന്നെയാണ് നമ്മളുടെ ഫോക്കസ്. ബിക്കോസ് വി ആർ നോട്ട് എ പെർഫ്യൂം ബ്രാൻഡ്, വി ആർ എ പെർഫ്യൂം എക്സ്പീരിയൻസ് ബ്രാൻഡ്. വി ആർ സെല്ലിങ് പെർഫ്യൂം ആസ് എൻ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഓൺലൈനിൽ സെല് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. വി ക്യാൻ സെൽ പ്രീ പാക്ഡ് പെർഫ്യൂം പ്രോഡക്ട്സ് ഓൺലൈനിൽ, ബട്ട് യു കാൺട്ട് സെൽ എക്സ്പീരിയൻസ്. സോ വി വിൽ ബി പ്രൈമർലി ഓഫ്ലൈൻ ഹെവി, ഓഫ്ലൈൻ ഫസ്റ്റ് ബ്രാൻഡ്. When I said ഓൺലൈൻ സ്കെയിലപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഫ്ലൂക്ക് ഫോർ us, ബിക്കോസ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ വി ഹാവ് ബീൻ ഡൂയിങ് വെരി ഗുഡ് ബ്രാൻഡിങ്. വി ഹാവ് എക്സ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഡേറ്റ വിത്ത് us. We have a good presence across South India. But we were not leveraging ഈ ബ്രാൻഡ് അവെയർനെസ്സും കസ്റ്റമർ ഡേറ്റാസും. So technically we were sitting on ഒരു 4-5 years ആയിട്ടുള്ള golden data were with us and we were not using it. അപ്പോൾ we found ഒരു performance marketing team. Performance marketing we have tried മുന്നേ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പം obviously it didn't work. അപ്പോൾ നമ്മൾ കരുതി ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു, വർക്കായില്ല, മേ ബി ഓൺലൈൻ ഈസ് നോട്ട് ഫോർ us, അല്ലെങ്കിൽ ഓൺലൈൻ ഈസ് നോട്ട് ഫോർ എ പെർഫ്യൂം എക്സ്പീരിയൻസ് ബ്രാൻഡ് എന്നുള്ളൊരു നോഷനിൽ ഒരു 3-4 years പോയി. പിന്നെ വി തോട്ട് വിൽ ട്രൈ അഗെയിൻ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതിന് പ്രത്യേകിച്ച് റാഷണലായിട്ടൊന്നും ഇല്ലായിരുന്നു. വി തോട്ട് വിൽ ട്രൈ വിത്ത് ന്യൂ ഏജൻസി. സോ luckily a lot of things have fall into places. One, the agency were really good. I think we got from Ecom Mafia. Second, as I said, നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ടുള്ള അൺടച്ച്ഡ് ഡേറ്റ അവൈലബിൾ ആയിരുന്നു. സോ വി ജസ്റ്റ് നീഡ് ടു ടെൽ ദ പീപ്പിൾ, സി, reminding people that, see, we are available online.
since you have experienced a brand before, since you are aware about a brand, you don't have to go to the store, you can buy it online. Very clear ആയിരുന്നു communication. അതിൽ when you're buying online, you have XYZ offer also available. That's how within 5-6 months we grew from 4 lakh rupees per month to 50 lakhs. But Half a crore. yeah, നിങ്ങളെ ഔട്ട്ലെറ്റ് എത്ര ചെയ്യുന്നുണ്ട്? outlet depends. We'll do 5 CR offline monthly, but that 50 won't sustain. It happened 6 months because we were running huge offers and we were heavily investing on the marketing side. But then now we are making average 25 lakh per month, which 4 lakh in the, we have touched 24 lakh in 6 months because we had a lot of backup set, അല്ലെങ്കിൽ a lot of stage were built. അതുകൊണ്ട് സംഭവിച്ചാണ്. It won't happen for, yeah, it didn't happen for us in the beginning, and I'm not saying it will happen for any new brand. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂഎവർ ഹാസ് ഇനഫ് ബ്രാൻഡ് ഇക്വിറ്റി, ഇനഫ് ഡാറ്റ, യു ഹാവ് ടു ഡു ഓൺലൈൻ എന്നല്ലേ? See, it depends upon a lot of factors. If you have very deep pocket, let's say you have XYZ amount to spend on next 1-2 years, and you want to go heavily on online, you can spend accordingly. ഓക്കെ, സോ നിങ്ങൾ ഒരു സ്റ്റോറിൻ്റെ ആവറേജും ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ ആവറേജ് സെയിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ഹൗ ഡു യു ഡിഫൈൻ ഇറ്റ്? അത് ഓഫ്ലൈൻ സ്റ്റോർ ചെയ്യുന്ന അതേപോലെ ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? See, നമുക്ക് സുൽത്താൻ ബത്തേരി ഒരു ചെറിയ കിയോസ്ക് ഉണ്ട്, ഹൈദരാബാദ് എയർപോർട്ടിലൊരു കിയോസ്ക് ഉണ്ട്, കൊച്ചി ലുലു കൊച്ചിയിലൊരു കിയോസ്ക് ഉണ്ട്. സുൽത്താൻ ബത്തേരി നമ്മൾ 2 lakhs-ഉം ഹൈദരാബാദ് നമ്മൾ എയർപോർട്ടിൽ 35 lakhs-ഉം ലുലു കൊച്ചിയിൽ നമ്മൾ 50 lakhs-ഉമാണ് സെയിൽ ചെയ്തത്. ഏത് സ്റ്റോറായിട്ട് ഞാൻ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ലുലു കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യുക, കാരണം സോ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഡൂയിങ് ആൻ ഓഫ്ലൈൻ സ്റ്റോർ ഇറ്റ് സെൽഫ് അറ്റ് ദ മൊമെന്റ്. കൻ യു ഡിഫൈൻ? At the moment, yes, because as I said, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഫോർ us it is now relatively easy. We are making, you won't believe, 10x ROAS, which is very unlikely for a perfume brand. You can make hardly 2 to 3 max. അടിപൊളി. അപ്പോൾ 2.5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 25 ലക്ഷം കിട്ടും. അടിപൊളി. സോ ഐ വിൽ കം ടു ഷാബിൻ. ഷാബിന്, യു ടോൾഡ് യുവർ ഫാദർ സ്റ്റാർട്ടഡ്, ബട്ട് ഐ ബിലീവ് ദാറ്റ് യുവർ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്. സോ യു ആർ എ 3rd generation entrepreneur ആൻഡ് യു സ്റ്റാർട്ടഡ് e-commerce. എന്താണ് അവിടെ ഉള്ള എക്സ്പീരിയൻസ്? സോ മൈ ഗ്രാൻഡ് ഫാദർ ആക്ച്വലി നമ്മൾ 1956-ലാണ് കുഞ്ഞാവാസ് എന്ന ടെക്സ്റ്റൈൽസ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് നോർമൽ ജനറൽ ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് എവറിത്തിങ് എല്ലാം ഉള്ള ഐറ്റംസ്. അതിൽ നിന്നാണ് 2001 ആയപ്പം ഫാദർ പിവറ്റ് ചെയ്തിട്ട് ലൈക്ക് ഒരു അണ്ടർ ഗാർമെൻറ്റ്സ് ബ്രാൻഡ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കാമിസോൾ, സ്ലിപ്സ്, ഷെമ്മീസ് ഐറ്റംസ് ആയിരുന്നു. അതായിരുന്നു നമ്മൾ തുടക്കം. ഇപ്പോൾ 2001 അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു കുറേ കാലം ഫാദർ ഒറ്റക്കായിരുന്നു. ഫാദർ ഒറ്റക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നമുക്കിതൊന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫുൾ സിസ്റ്റമാറ്റിക് ആക്കി ഫുൾ ടീമിനെ ഹയർ ചെയ്തു. ഒരു കംപ്ലീറ്റ് ഒരു സിസ്റ്റമായിട്ട് നമ്മളത് കൊണ്ടുപോയപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഫേസിലോട്ട് എത്തിയത്. എന്തിനാണ് നമ്മൾ പാൻറ്റീസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ 2018 ആയപ്പോൾ ബ്രാ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമുക്കിപ്പോൾ കറൻലി വരട്ടെ നമ്മളിപ്പോൾ കേരളത്തിലെ 3rd പൊസിഷനിലാണുള്ളത് അണ്ടർ ഗാർമെൻറ്റ്സിൽ. സോ ഇതിലിപ്പം ഞാൻ 2022 എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് കമ്പനി ജോയിൻ ചെയ്തപ്പം അന്ന് വരെ നമുക്ക് നോർമൽ ജനറൽ ട്രേഡ് ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നമ്മൾ ഷോപ്പുകളിൽ പോയി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചില കസ്റ്റമേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ ലേഡീസ് ആണെങ്കിൽ പോലും എല്ലാവരും ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് ഇപ്പം ബാംഗ്ലൂർ, ബോംബെ അല്ലെങ്കിൽ ചെന്നൈ, ഹൈദരാബാദ് എവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നേരിട്ട് നമ്മൾ പ്രൊഡക്റ്റിനുള്ള നമ്പർ കണ്ടിട്ട് നമ്മൾ ഓഫീസിലോട്ട് വിളിച്ചിട്ട് അവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കും. അതായിരുന്നു ഞാൻ വരുന്നത് വരെയുള്ള ഒരു സിനാരിയോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഓക്കെ ഇതിലൊരു സ്കോപ്പ് ഉണ്ടല്ലോ, നമുക്കൊരു e-commerce കൂടി ചെയ്യണം എന്നുള്ള രീതിക്ക് e-commerce സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 ലാസ്റ്റിലാണ് പിന്നെ നമ്മൾ e-commerce സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം പേഴ്സണലി എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ ഓഫ്ലൈൻ വേഴ്സസ് ഓൺലൈൻ അങ്ങനത്തെ ഒരു സിനാരിയോ തന്നെ ഇവിടെ വരാൻ പാടില്ല. കാരണം ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഓഫ്ലൈനുള്ള എല്ലാ സ്റ്റോഴ്സിനും ഓൺലൈനായിട്ടുള്ള ആൾക്കാരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതേപോലെ ഓൺലൈനുള്ള ഏത് സ്റ്റോഴ്സ് ആണെങ്കിലും ഓഫ്ലൈനുള്ള സ്റ്റോഴ്സ് അതിൽ കണക്റ്റഡ് ആയിരിക്കണം.
ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മളത് ഇപ്പോഴും നമ്മൾ ഈ ഓഫ്ലൈൻ വേണോ ഓൺലൈൻ വേണോ എന്നുള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഇത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ എന്താ പറയുക ആവശ്യമാണ്. കാരണം ഓഫ്ലൈനിൽ എല്ലാവരും ഓൺലൈനിൽ ഉണ്ടായിരിക്കണം, ഓൺലൈനിൽ എല്ലാവരും ഓഫ്ലൈൻ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ കേസ് ആണെങ്കിൽ പോലും നമുക്ക് 2 സിനാരിയോ വരുന്നത്. ഇപ്പോൾ ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ്ലൈൻ മാർക്കറ്റുകളിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാർ വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ കാണുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് അറിയാം, ട്രസ്റ്റ് ഉണ്ട്, സൈസ് അറിയാം, അപ്പോൾ അവരെന്ത് ഇപ്പോൾ പർച്ചേസ് ചെയ്യും. സെക്കൻഡ് സിനാരിയോ വരുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് അവർ ഓൺലൈനിൽ കണ്ടിട്ട്, ഇപ്പം ഈ അണ്ടർഗാംസ് ആയതുകൊണ്ട് ഈ ഔട്ടർ വെയർ പോലെയല്ല ഇന്നോവേഴ്സ് എസ്പെഷ്യലി ലേഡീസിന് എന്താ പറയുക, അത് കറക്റ്റ് ഫിറ്റിങ്സും കറക്റ്റ് കംഫർട്ടും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർക്ക് വർക്കാവില്ല. എത്ര പ്രൈസുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ഫിറ്റിങ്സ് കറക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർക്ക് വർക്കാവില്ല. അപ്പം എന്താ പറയുക, യൂഷ്വലി അവർ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ കുറച്ചൊരു മടി കാണിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പ്രൊഡക്റ്റ് ഓൺലൈനിൽ കാണുമ്പോൾ അത് പർച്ചേസ് ചെയ്യാണ്ട് വെക്കും. പിന്നെ അവർ വീണ്ടും ഷോപ്പുകളിൽ പോകുമ്പം ഈ പ്രൊഡക്റ്റ് അവർ വീണ്ടും അവിടെ കാണുമ്പോൾ അവർക്കൊരു റീകോൾ വരും. അപ്പം വീണ്ടും അത് ഓഫ്ലൈനിൽ കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പം രണ്ടിലും കൂടിയും വെച്ച് നോക്കുമ്പം ഇറ്റ്സ് എ ഹ്യൂജ് വിൻ ആൻഡ് വിൻ ഫോർ അസ്. ഓക്കെ, ഇപ്പോൾ MYOP ആണെങ്കിൽ നേരത്തെ ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടാപ്ഡ് ഇൻ ടു ദെയർ റിട്ടേണിംഗ് കസ്റ്റമേഴ്സ്. നിങ്ങളും ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടാപ്ഡ് ഇൻ ടു ദെയർ റിട്ടേണിംഗ് കസ്റ്റമേഴ്സ്. പക്ഷേ ഫാത്തിമൻ്റെ കേസിൽ എൻറ്റയർലി ഡിഫറെൻറ്റാണ്. യു ആക്ച്വലി ബോട്ട് ഇൻ ന്യൂ കസ്റ്റമേഴ്സ് യൂസിങ് ഓൺലൈൻ ആൻഡ് മൂഡ് ഇൻ ടു ഓഫ്ലൈൻ. ആ ഓഫ്ലൈനിലേക്കുള്ള മൂവ്, ആ ഒരു ഏരിയ പറയുമോ? സോ യു വെൻ ഫ്രം ഓൺലൈൻ ടു ദേ വെൻ ഫ്രം ഓഫ്ലൈൻ ടു ഓൺലൈൻ, യു വെൻ ഫ്രം ഓൺലൈൻ ടു ഓഫ്ലൈൻ. എന്തായിരുന്നു അതിന് പിന്നിൽ, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? എങ്ങനെ വെച്ചാൽ ഷോപ്പ് തുടങ്ങുന്ന മുന്നേ ഇപ്പോൾ 1 വർഷമായി നമ്മൾ എൻ്റെ വീട്ടിൻ്റെ മുകളിലായിരുന്നു ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രേറ്റ്ഫുള്ളി എൻ്റെ കാക്കി ഇത്താത്തിയൊക്കെ പുറത്തായിരുന്നു, അബ്രോഡായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു വീടിൻ്റെ മുകൾ ഭാഗം മൊത്തം ഫ്ലോർ അവർ റൂം അടക്കം യൂസ് ചെയ്യാൻ, തൗയക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഭയങ്കര നല്ല രീതിയിൽ പോയതാണ്. പക്ഷെ പിന്നീട് സ്റ്റാഫുകൾ ഹയറിങ് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഒരു ഓഫീസ് സ്പേസ്, പിന്നെ സ്പേസ് മതിയാവാഞ്ഞപ്പോഴും ഒരു ഓഫീസ് സ്പേസും ഒരു വെയർ ഹൗസും വേണമെന്ന് നിർബന്ധമായി. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചു തുടങ്ങുന്നത് വെയർ ഹൗസും ഓഫീസും. അങ്ങനെ ഒരേ ബിൽഡിങ്ങിൽ തന്നെ വെയർ ഹൗസും കിട്ടി, ഓഫീസും കിട്ടി. 4th ഫ്ലോറിലായിരുന്നു വെയർ ഹൗസ്, 2nd ഫ്ലോറിൽ ഓഫീസും. അങ്ങനെ വെച്ചാൽ ഓഫീസിൽ മെയിൻലി ഞാനും പിന്നെ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജിങ്, അങ്ങനെ വെയർ ഹൗസിൽ ഫുള്ളി പ്രോഡക്ട്സ് അവിടെ ആയിരുന്നു, പാക്കിങ്, ഡിസ്പാച്ചിങ് മൊത്തം ടീം പാക്ക് ചെയ്യൽ അവിടെ ഇരുന്നിട്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു സ്പേസ് ആയിരുന്നു വെയർ ഹൗസ്. അപ്പം പിന്നീട് ആളുകൾ നമ്മൾ മൊത്തം ആ ബിൽഡിങ് മൊത്തം ഓഫീസുകൾ മാത്രമുള്ള ബിൽഡിങ്ങാണ്. അപ്പം ലിഫ്റ്റ് ഒരു 7 മണി 6 മണി ആകുമ്പോഴേക്കും നിൽക്കും. കാരണം എല്ലാവരും ഓഫീസ് ടൈം കഴിഞ്ഞ് പോയാൽ അവിടെ ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ മൊത്തം ബിൽഡിങ് നിൽക്കും, ലിഫ്റ്റ് ഓഫ് ആവും. എന്നിട്ടും നമ്മൾ ഓഫീസാണെങ്കിലും നമ്മൾ താഴെ ബോർഡ് വെക്കും, തൗയ എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളിലെ ബോർഡും ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു മതിൽമേൽ നമ്മൾ തൗയാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ആവട്ടെ വെബ്സൈറ്റ് ആവട്ടെ എവിടെയും നമ്മളെ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. കാരണം ബീച്ചിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പം വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടേണ്ട കരുതിയിട്ട് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. എന്നിട്ടും ഈ ഒരു ചെറിയ ബോർഡ് കണ്ടിട്ട് ലിഫ്റ്റ് ഓഫ് ആണെങ്കിൽ പോലും ആളുകൾ 4th ഫ്ലോർ വരെ സ്റ്റെപ്പ് കയറി വരും. എന്നിട്ട് പ്ലീസ് നമ്മളൊന്ന് ഇവിടുന്ന് നോക്കിയെടുത്തോട്ടെ പ്ലീസ് പ്ലീസ്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റാഫുകൾ അത്രയും പാക്കിങ്ങിലായിരിക്കും. അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ അത് പോസിബിൾ അല്ല. പിന്നെ ഓൾറെഡി ഓർഡേഴ്സ് ഒരുപാട് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ ഒരു ബോക്സിൽ ഈ ഒരു നെക്ലേസ് ഒരു സർട്ടൻ നെക്ലേസ് ഒരു 5 പീസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ 5ന് ഓർഡർ അവിടെ വെബ്സൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണ് അത്രയും റിക്വസ്റ്റ് വന്ന ആളുകൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് 4th ഫ്ലോർ വരെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓഫ്ലൈൻ സ്റ്റോർ ഇട്ടുകൂടാന്ന് ഇങ്ങനെ ചിന്ത വന്നത്. ലൈക്ക് എനിക്ക് മനസ്സിലായി അത്രയും പോസിബിലിറ്റി ഉണ്ട്, ആളുകൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഈ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ഒരു ഐഡിയ വരുന്നത്. അല്ലാണ്ട് ഓഫ്ലൈൻ സ്റ്റോർ ഒരിക്കലും എൻ്റെ ഈ എക്സ്പാൻഷനിലോ ഒന്നും ഉള്ള സംഭവമേ അല്ലായിരുന്നു. ഈ കസ്റ്റമേഴ്സായിട്ട് എനിക്ക് ഐഡിയ തന്നു, ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്തു. വെരി നൈസ്. ചെക്ക്. ഹലോ ഹലോ ഹലോ. സോ ഞാൻ മനസ്സിലാക്കണേ യു ഡിഡ് മോർ ദാൻ 10x വാട്ട് യു ആർ ഡൂയിങ് ഓൺലൈൻ. Would you mind sharing any numbers so that it inspires the audience?
ഭയങ്കര നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. കാരണം ഇതിനും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനാട്ടോ ഞാൻ മൊത്തം ക്രെഡിറ്റ്സ് കൊടുക്കുക. അഗെയിൻ ഇപ്പോഴും ഞാൻ സ്റ്റോർ തുടങ്ങിയിട്ടുള്ള നമ്മളെ തവ്യൻ്റെ ഓഫീസിലെ സെക്കൻഡ് ഫ്ലോറിൽ ഓഫീസിൻ്റെ ഉള്ളിൽ, ഓഫീസും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, വെയർ ഹൗസിൻ്റെ അത്ര ഇല്ലെങ്കിലും. അപ്പം ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു റൂമിലാണ് സ്റ്റുഡിയോ, മുന്നേ സ്റ്റുഡിയോ ആയിരുന്ന ആ റൂമിലാണ് ഇപ്പം ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം സെക്കൻഡ് ഫ്ലോറിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ടും ആളുകൾ വെച്ചാൽ പുറത്തുനിന്നും കാണുമ്പോഴും ഒന്നും ഒരു വിസിബിലിറ്റിയും ഇല്ല. ഷോപ്പ് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, ഒരു ഷോപ്പ് ഉണ്ട് എന്ന് ആർക്കും നോക്കിയാൽ പോലും മനസ്സിലാവില്ല. അത്രയും ഇരുട്ട് പിടിച്ചിട്ട് സാധാ മൊത്തം ഓഫീസുകളുള്ള ബിൽഡിങ് എങ്ങനെയാണോ അങ്ങനെ ഒരു ബിൽഡിങ്ങാണ്. എന്നിട്ടും ആളുകൾ വരുന്നുണ്ടെങ്കിൽ അഗൈൻ ഇപ്പോഴും 7 മണിയാവുമ്പോൾ ലിഫ്റ്റ് ഓഫ് ആവും. എന്നിട്ടും ആളുകൾ, വയസ്സായ സ്ത്രീകൾ പോലും കയറി വരും. മോളെ അത്രയും പുതിയായിട്ട് വന്നാൽ പറഞ്ഞിട്ട് അവർ വരെ കയറി വരും. ഇതിനൊക്കെ ക്രെഡിറ്റ് ഓൺലൈനാണ്. കാരണം ഓൺലൈനിൽ ഇപ്പം ഓൾമോസ്റ്റ് 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ 199K ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഓഫ്ലൈൻ ഇത്രയും സക്സസ്ഫുൾ ആവാൻ കാരണം. ഇത്രയും ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി, ലൈക്ക് നമ്മൾ മനുഷ്യന്മാരാണ്, വി ലൈക്ക് ടു ടച്ച് തിങ്സ്, വി ലൈക്ക് ടു ഫീൽ തിങ്സ്. അപ്പം ഇത്രയും കാലം അവരിങ്ങനെ 5 വർഷത്തോളം അവരിങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് പെട്ടെന്ന് ഇവർ സ്റ്റോർ ഇട്ടുണ്ട് അറിയുമ്പോൾ എല്ലാവരും വന്ന് നോക്കും. കൂടാണ്ട് ഇത്രയും ഓഡിയൻസിനെ ഉണ്ടാക്കി എടുത്തതിനെ കൊണ്ട് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പവറാണ് എൻ്റെ ഷോപ്പിൻ്റെ സക്സസ്, അല്ലെങ്കിൽ അത്രയും ആളുകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് പോലും എത്താനുള്ള കാരണം. Do you mind sharing revenue numbers? ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ 8 ഫിഗർ ആ രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കൈയടിച്ചോ? 8 ഫിഗർ പറഞ്ഞാൽ എത്ര നിങ്ങൾക്കൊക്കെ അറിയാവുന്നു? അതൊക്കെ She did it on her own. അതെ അതെ. പിന്നെ ഇപ്പം ഒരു പാർട്ട്ണറും കൂടെ വന്നിട്ടുണ്ട്. ആളുടെ മേജർ അതാണ് അഗൈൻ പാർട്ട്ണറിൻ്റെ അത്രയും എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും കൂടെ ഉള്ളതിനെ കൊണ്ടാണ് എനിക്കും അവർക്കും ഈ ഒരു സക്സസ് അനുഭവിക്കാൻ പറ്റുന്നത്. രണ്ടാളും മ്യൂച്വൽ എഫേർട്ടും മ്യൂച്വൽ സംഭവങ്ങളും ഒരുമിച്ച്, ആ എഫേർട്ട് മെയിനായിട്ട് എഫേർട്ട് ഓൺലൈനിലാണ് ഞാൻ എപ്പോഴും ക്രെഡിറ്റ്സ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു കട ഉണ്ടെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുക, ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു സെൽ ഓൺലൈൻ, യു ഡോണ്ട് ഹാവ് ടു, ബട്ട് മാർക്കറ്റ് ത്രൂ ഓൺലൈൻ. നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങളെ ഒരു കട ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് വന്നാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും നമ്മളെ കടയിൽ നിന്ന്. അങ്ങനെ ഓൺലൈനിലൂടെ വെച്ചാൽ ചുമ്മാ എല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന, ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, മാർക്കറ്റ് ചെയ്യുക, സംസാരിച്ചിട്ട് വീഡിയോ ഇടുക, ആളുകളെ ഷോപ്പിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്യണ്ടെങ്കിലും ആളുകളെ എത്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ സെയിൽ കൂട്ടാൻ പറ്റും. അടിപൊളി. ഇനി ഗോയിങ് ഓൺ, നമുക്ക് സമയം കുറവാണ്. ഷായിലിന് മീൽസ് റെഡി പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റും കൂടിയുണ്ട്, ഒരു ഷോപ്പും കമ്പനിയും കൂടിയുണ്ട്. MYOPൻ്റെ കണ്ടൻറ്റ് അടിപൊളിയാണ്. സോ ഹൗ ഈസ് ദാറ്റ് കണ്ടൻറ്റ് ഹെൽപ്പിംഗ് യു? മെയിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് കമ്പനിയല്ല, അതൊരു മീഡിയ കമ്പനിയുടെ പേരാണ്. നമുക്ക് ബ്രീഫ് കൊടുത്തിരുന്നത് കുറച്ചൊരു ഫണ്ണി നെയിം വേണം, ക്വർക്കയാണോ, അങ്ങനെയാണ് അത് മെയിൽ സ്റ്റഡി എന്ന് വന്നിട്ടുള്ളത്. എനിക്ക് കോളൊക്കെ വരാറുണ്ട് ഗൂഗിളിൽ നിന്ന്, ചേട്ടാ അവൈലബിൾ ആണോ അടുത്ത ആഴ്ചത്തെ കാറ്ററിംഗ്. സോ ചോദിച്ചെന്താന്ന് പറഞ്ഞാൽ എനിക്കൊരു മീഡിയ കമ്പനിയും കൂടെ ഉണ്ട്. ആ മീഡിയ കമ്പനിയാണ് നമ്മളുടെ MYOPയുടെ ഒരുപാട് കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യാറുള്ളത്. ആ കോണ്ടന്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെവർ അബൌട്ട് സെല്ലിങ് എ പ്രോഡക്റ്റ്. നമ്മൾ ഈവൻ ദോ ആർ പെർഫ്യൂം 50% ഓയിൽ കോൺസെൻട്രേറ്റഡ്, ഞാൻ കുറച്ച് ടെക്നിക്കലിലേക്ക് പോവാം. ഇൻ ജനറൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പെർഫ്യൂംസ് എന്ന് പറയുന്നത്, പെർഫ്യൂംസിൻ്റെ മൾട്ടിപ്പിൾ കോമ്പണൻസിൽ 1-2 കോമ്പണൻറ്റ്, ഒന്ന് പെർഫ്യൂം ഓയിൽ ഇത്തർ എന്നൊക്കെ പറയുന്നത്, അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡീനേച്ചർഡ് എത്തനോൾ. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ്, ഇത് രണ്ടും പ്ലസ് അതർ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടാണ് ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നത്. ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ് കോമ്പോണൻ്റ് ആണ് പെർഫ്യൂം ഓയിൽ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ് നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് വിൽ ഗിവ് യു 10 അല്ലെങ്കിൽ ഒരു മാക്സിമം 15% പെർഫ്യൂം ഓയിൽ. കാരണം എന്താ, ഇന്ത്യ ഒരു വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. കൂടുതൽ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് വളരെ എക്സ്പെൻസീവ് ആവും. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ വളരെ ഹ്യൂമിഡും ഹോട്ടായിട്ടും ഉള്ളൊരു മാർക്കറ്റും കൂടെയാണ്. ഈ 10 to 15
കോൺസെൻട്രേഷൻ മോസ്റ്റ്ലി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓക്കെയാണ്, അവിടുത്തെ വെതർ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ ഡെഫിനറ്റ്ലി അതിൽ ഓയിൽ കോണ്ടൻറ്റ് കൂട്ടണം. ഓയിൽ കോണ്ടൻറ്റ് കൂട്ടിയാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടും. പ്രൈസ് കൂടിയാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റില്ല. ബട്ട് because of our operational efficiency plus the purchasing power we have at the moment, we are able to give customers 50% oil concentrated ആയിട്ടുള്ള perfume with the same price of what you get in market, which will give you 10 to 15%. All right. This is our main USP of the product, and this is the reason most of our customers, 40% of our customers are returning customers. All right. ബട്ട് നമ്മുടെ ഈ കോണ്ടൻറ്റിൽ ഞങ്ങളിതൊന്നും പറയാറില്ല. ഹെവി പ്രോഡക്റ്റ് സെൻട്രിക് ആയിട്ടൊന്നും സംസാരിക്കാറില്ല. ബിക്കോസ് പെർഫ്യൂമേഴ്സ് അതിനേക്കാളും ഒരുപാട് പേർക്ക് ഇറ്റ്സ് മോർ ഓഫ് ഇമോഷൻ, കണക്ഷൻ. എനി പ്രോഡക്റ്റ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പം ചോക്ലേറ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് മോർ ഓഫ് എ ഫീലിംഗ്, ഒരു സെൻസറി എക്സ്പീരിയൻസ് ആണ്. സോ വാട്ട് വി ഹാവ് ക്രാക്ഡ് ഇസ്, നമ്മൾ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഹ്യൂമൻസ് ഇമോഷൻ ടച്ച് ചെയ്യാൻ പറ്റുന്ന കോണ്ടൻറ്റിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇനീഷ്യൽ സ്റ്റേജിൽ ഇറ്റ് ഡിഡൻ ഗിവ് us എനി റിട്ടേൺസ്, ബട്ട് ആസ് ഐ സെഡ് നേരത്തെ, ആഫ്റ്റർ 3-4 years വെൻ വി സ്റ്റാർട്ട് അഗെയിൻ ഇൻവെസ്റ്റിംഗ് ഓൺ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാനായി. ഒരുപാട് ആളുകൾക്ക് ബ്രാൻഡിനോടുള്ള ഇഷ്ടം ഈ കോണ്ടൻറ്റ് കൊണ്ട് വന്നു. സ്റ്റാർട്ടിങ്ങിൽ കേരളത്തിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും വി വർ ദ ഓൺലി, ഈ പെർഫ്യൂം ബാർ വി വർ ഓൺലി വൺ ഇൻ ദ സെഗ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും, ഐ മീൻ ഞാനങ്ങനെ ഇതായിട്ട് പറയില്ല, എല്ലാവർക്കും ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സായി മാറി പെർഫ്യൂം. സോ ദർ ഈസ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, ലോട്ട് ഓഫ് ന്യൂ പ്ലെയേഴ്സ് ആർ ഇൻ ദ മാർക്കറ്റ്. എന്നാലും പീപ്പിൾ ലവ് അവർ ബ്രാൻഡ് mostly because one, we give them great product, plus they remember something what we have done through our digital page, which is our great content. അടിപൊളി. കാരണം ആ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് വാച്ച് ചെയ്ത് തുടങ്ങിയത്. സോ ഇപ്പോഴത്തെ ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ലുക്ക് അറ്റ് ROI ഫ്രം ഡേ വൺ. യു ലുക്ക് അറ്റ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ദാറ്റ് ഇമോഷൻ ഇൻ യുവർ കസ്റ്റമർ, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു റിട്ടേൺസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇല്ലേ ഷൈല? അത് ഐ മീൻ ഡേ വൺ മുതൽ ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ്. ഗ്രാജുവലി യു ഫസ്റ്റ് യു ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ്, find a way out to to squeeze maximum profit out of your business. Focus on the operational efficiency, focus on the product. ഒരു 1 year ഒക്കെ കഴിയുമ്പം when you have ഒരു stable revenue generation is happening, that is when I would recommend you start investing on the brand building. Day 1 അല്ലെങ്കിൽ year 1 we have started year 3 where we have started investing on the brand building. അതുവരെ we were not spending anything on marketing. We were still trying to do a lot of marketing activities which does not include a lot of resource spending. ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. So that is what I would say. Yeah, my point was കോണ്ടന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. Yeah, true. Yeah. Okay, last question to Shabin. You already explained why content is important, Fatima. So I'll not give you any more questions. Shabin, you guys are also investing on content. What's your experience? എന്താണ് എക്സ്പീരിയൻസ്? ഈ കോണ്ടന്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് സക്സസ് ആയ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വി വർ ഇൻ ഓൺലി ഇൻ കേരള, ദെൻ നമ്മൾ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ആന്ധ്ര ആൻഡ് തെലങ്കാന സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഈ ആന്ധ്ര ആൻഡ് തെലങ്കാനയിൽ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അവിടെ ചെയ്തു. അതായത് നമ്മൾ ആഡ്സ് റൺ ചെയ്തു. ഈ ആന്ധ്ര ആൻഡ് തെലങ്കാനയ്ക്ക് വേണ്ടിയുള്ള കോണ്ടൻസ് നമ്മൾ പുഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അവിടുന്ന് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. നമ്മൾ ഓർഡേഴ്സ് വന്നത് മാത്രമല്ല, റിപ്പീറ്റ് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ഈ റിപ്പീറ്റ് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്കൊരു കോൺഫിഡൻസ് ആയത്, ഓക്കെ കസ്റ്റമേഴ്സിന് അത് നമ്മുടെ പ്രോഡക്റ്റ് പറ്റുന്നുണ്ട്, അവർ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ അവിടെ ഓഫ്ലൈൻ മാർക്കറ്റിലോട്ട് ഇറങ്ങിയത്.
അവിടുത്തെ എല്ലാ മേജർ ഷോപ്സിലും നമ്മൾ പോകുമ്പം ഈ ഡാറ്റ കാണിക്കും. ലാസ്റ്റ് 6 monthsൽ നമ്മൾ ഇത്ര എമൗണ്ടാണ് ഈ ഹൈദരാബാദ് നമ്മൾ ജനറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സെക്കന്ദരാബാദ് നമ്മൾ ജനറേറ്റ് ചെയ്തത്. ഈ ഡാറ്റ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പം കുറച്ചും കൂടി ഈസിലി ആയിട്ട് നമുക്ക് ആ ഷോപ്പേഴ്സിനെ, ഷോപ്പ് ഓണേഴ്സിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവർ നമ്മുടെ പേജിലോട്ട് വരുമ്പോൾ നമ്മളെ കോണ്ടൻസും കൂടി കാണുമ്പോൾ അവർ കുറച്ചും കൂടി ട്രസ്റ്റ്, ഓക്കെ ഇവർ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇനീഷ്യലി തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഈ കോണ്ടൻസ് നമ്മൾ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് പരീക്ഷിച്ചൊരു മെത്തേഡാണ്. നമ്മൾ ഇല്ലാത്ത മാർക്കറ്റിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ ആദ്യം ഓൺലൈനിലൂടെ നോക്കിയിട്ട് ഈ കോണ്ടന്റിലൂടെ ആ മാർക്കറ്റ് ആദ്യം അവിടുത്തെ കസ്റ്റമേഴ്സിനെ പിച്ച് ചെയ്യും, പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നോ നോക്കും, അവർ വാങ്ങുന്നുണ്ടോ വീണ്ടും വാങ്ങുന്നുണ്ടോ നോക്കും. അവർ വീണ്ടും വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് അവിടെ പിച്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ കയ്യിൽ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈസിലി അവിടുത്തെ ഷോപ്പുകളിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ദിസ് കോണ്ടന്റ് ഹാസ് ഹെൽപ്ഡ് us a very lot in a way that. അടിപൊളി കോണ്ടന്റ് ചെയ്യണം എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഐ വിൽ ജസ്റ്റ് ടേക്ക് 1 or 2 questions ഫ്രം ദ ഓഡിയൻസ് ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ടൈം. സോ യാ, എനി ഓഡിയൻസ് വൺസ്? ഓക്കെ, ദർ അവിടെ ഒരു മൈക്ക് കൊടുക്കോ. മൈക്ക് ഇല്ലേ? അവിടെ സെൻറ്ററിൽ. ഹലോ, എനിക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് ഫാത്തിമയോടാണ്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഒരു റിക്കറിങ് കസ്റ്റമർ ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ പെർസെൻറ്റേജ് ഇനി അതിനെന്തെങ്കിലും ഓക്കെ, സോ ഹീസ് ആസ്കിങ് എത്ര ടോട്ടൽ സെയിൽസിൽ എത്ര റിക്കറിങ് കസ്റ്റമർ ഉണ്ട്, ഇനി അത് കൂട്ടാൻ വല്ല സ്ട്രാറ്റജി ഉണ്ടോ? ഹലോ. അതെ, നമ്മളത് ഭയങ്കര കൂടുതലാണ് റെക്കറിങ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ മോർ ദാൻ 50% റെക്കറിങ് കസ്റ്റമേഴ്സാണ്. നമ്മളത് മെയിനായിട്ട് നമ്മളെ പ്രൈസിങ് ആണ് ഭയങ്കര നല്ല ആളുകൾ വീണ്ടും ചൂസ് ചെയ്യാനും കാരണം ആർക്കും ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര എക്സ്പെൻസസ് കൂടി വരുന്ന കാലമാണ്. പ്രത്യേകിച്ച് പിന്നെ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് അങ്ങനെ മറ്റു പല സോഷ്യൽ മീഡിയകൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ആക്സസറീസ് യൂസ് ചെയ്യാൻ താല്പര്യം കൂടുതലായിരിക്കും. എവറി ഡേ പുതിയത് ഇടാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോരോ മാസമെങ്കിലും പുതിയത് വാങ്ങണം. ഡ്രസ്സാവട്ടെ, ഷൂസ് ആവട്ടെ, ബാഗ് ആവട്ടെ, ജ്വല്ലറി ആവട്ടെ. അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ്. ലൈക്ക് ആക്ച്വലി നമ്മൾ തവിയിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാറ് നമ്മളെ സർവീസ് ത്രൂ ആണ്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ്. ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കസ്റ്റമേഴ്സ് ഫ്രണ്ട്സ് ആയവരുണ്ട്. നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, ഇപ്പോൾ സ്റ്റാഫുകളാണെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യാറ് അവരെ ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കണം, സെയിൽ കൂട്ടണം, അങ്ങനല്ല. നിങ്ങൾ കമ്പനി ആവാം, ലൈക്ക് ബിൽഡ് എ റിലേഷൻഷിപ്പ്. ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ എൻ്റെ സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നേക്ക് ഷെഫി എവിടെ, അങ്ങനെ അവർ ഓരോരുത്തരെ സ്റ്റാഫുകൾ, ലൈക്ക് നമ്മൾ മെയിനായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്നത് കമ്പനി ആക്കുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി സെയിൽ കൂടും. പിന്നെ കോമ്പറ്റീഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തൊട്ട് മുന്നേ ഷാനിനോട് പറഞ്ഞിട്ടുള്ളൂ, കോമ്പറ്റീഷൻ തവിയ നോക്കാറേ ഇല്ല. കാരണം ഒരുപാട് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക, റീഡ് ബുക്സ്, റീഡ് മൈൻഡ് ട്രെയിനിങ് ബുക്സ്. കാരണം അതിൽ അവർ നമ്മളെ കാമാക്കും. ലൈക്ക് ഈ കാലത്ത് ഏത് ബിസിനസ് എടുത്താലും നല്ല കോമ്പറ്റീഷനാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ ഇൻ ദ വേൾഡ്. അപ്പം ഈ കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സക്സസ്സിൽ നമ്മൾ സങ്കടം കണ്ടെത്താൻ തുടങ്ങും. വി വോണ്ട് ലൈക്ക് ഇറ്റ്. അത് നമുക്ക് നല്ലതല്ല. അപ്പം അത് നമ്മളെ ബാധിക്കും, പേഴ്സണൽ ലൈഫും ബിസിനസ് ലൈഫും ഒക്കെ. അപ്പോൾ കോമ്പറ്റീഷൻ ഒരു നല്ല രീതിയിൽ എടുക്കുക, അവരെ നോക്കിയിട്ട് ഇൻസ്പയർഡ് ആവുക, അവരെ ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ കാണാം. ഒരിക്കലും കോമ്പറ്റീഷൻ അയ്യോ സീന് അത് അങ്ങനത്തെ രീതിയിൽ നോക്കാതെ ഇരിക്കുക. ബി ഹാപ്പി. ഒരു ഹാപ്പിനെസ്സാണ് അൾട്ടിമേറ്റ് സംഭവം ഈ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ പേർപ്പസൊക്കെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോയാൽ എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആവും. So just focus on your business. One more question and we'll have to wrap. Okay. Suhail Roshi Chocolates. Avan thannalle? Okay.
എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഷാബിനോടാണ്. നിങ്ങൾ എങ്ങനെയാണ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര മാർക്കറ്റൊക്കെ ടാപ്പ് ചെയ്തെന്ന് പറയാനാഗ്രഹം? തമിഴ്നാട്, ആന്ധ്ര മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ നമ്മൾ ഇനീഷ്യലി ചെയ്തത് നമുക്ക് ആദ്യം കേരളത്തിൽ മാത്രമായിരുന്നു സെയിൽസ് ഉള്ളായിരുന്നു, നമ്മൾ ടീം ഉണ്ടായിരുന്നത്. പിന്നാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബിയസ്ലി പാൻ ഇന്ത്യയിലാണ് നമ്മളത് വരുമല്ലോ. അപ്പം അവിടുന്ന് നമുക്ക് ഇനഫ് നമ്പർ ഓഫ് റിപ്പീറ്റ് ഓർഡേഴ്സ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഒരു ടീമിനെ അവിടെ പ്ലാൻ ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓൺലൈൻ ഡിവിഷൻ തന്നെ നമ്മൾ കാണുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പം ഒരു സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് അവിടെ ഒരു ചെറിയ സ്റ്റോക്ക് പോയിന്റ് വേണം. കാരണം ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എല്ലാ ഷോപ്പേഴ്സും കൂടുതൽ ഓർഡർ ചെയ്ത് വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ആരും സ്റ്റോക്ക് ചെയ്യുന്നില്ല. കാരണം രാവിലെ ഓർഡർ ചെയ്താൽ നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇപ്പോൾ കേരള ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് പോയിന്റ് തമിഴ്നാട്ടിൽ വേണം. അപ്പോൾ തമിഴ്നാട്ടിൽ ആദ്യം നമ്മൾ സ്റ്റോക്ക് പോയിന്റ് ചെയ്തു. പിന്നെ നമുക്കൊരു റീജിയൽ ആയിട്ടുള്ള ഒരു സെയിൽസ് മാനേജർ വേണം. അവരുടെ അണ്ടറിൽ നമുക്ക് ASMs ഉണ്ടായിരിക്കും. അവരുടെ അണ്ടറിൽ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും. ഈ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇനീഷ്യലി കാണണം. അപ്പോൾ ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പം നമുക്ക് ആദ്യം നമ്മളെ പ്രൊഡക്റ്റ് അവിടെ വർക്ക് ആവുന്നുണ്ടോ, അവിടുത്തെ കസ്റ്റമേഴ്സിന് നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ടീൻസ് ഇപ്പോൾ നമുക്കറിയാമെന്ന് വെച്ചിട്ട് അവിടെ ഉള്ളവർക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് ആദ്യം ടീൻസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം. അവർ പർച്ചേസ് ചെയ്യണം, വീണ്ടും പർച്ചേസ് ചെയ്യണോ നോക്കണം. ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്ത് നോക്കും, ഇത് അവിടെ ഈ PMF ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് ഓക്കെയാണ്, നമുക്കൊരു കോൺഫിഡൻസ് വരുന്ന സമയത്താണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ സൈഡിലൂടെ പോകാൻ കാരണം, അതായത് തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന പോകാൻ കാരണം ഇത് കുറച്ചുകൂടി ടഫ് മാർക്കറ്റാണ്. ഇപ്പം കർണാടക ആയിക്കോട്ടെ, ബാംഗ്ലൂർ കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്ര പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ടഫ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ സൈഡാണ്. അതായത് നമ്മൾ ഈ സൈഡിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4-5 സ്റ്റേറ്റിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് ടീം ഉണ്ടാകുമ്പോൾ പിന്നെ ആ ടീമിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റേറ്റും കൂടി കവർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കുന്നത്. ഇനീഷ്യലി അത് കണ്ടന്റ് വെച്ചിട്ട് ചെയ്തെന്നല്ലേ പറഞ്ഞിരുന്നത്? നിങ്ങൾ കണ്ടന്റ് വെച്ചിട്ടായിരുന്നല്ലേ ചെയ്തിരുന്നത്? ഓക്കെ, എനിക്കൊന്ന് നമ്മളെ സമയം കഴിഞ്ഞു. സോ യു ടേക്ക് ഇറ്റ് ഓഫ് ലൈൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദേ റൺ ആഡ്സ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. അവിടുന്ന് കസ്റ്റമറെ പിടിക്കും. കസ്റ്റമർ വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ടോ, റിട്ടേൺ പർച്ചേസ് ഉണ്ടോ, ആ ഡാറ്റ കിട്ടിയതിന് ശേഷം ദേ ഗോ ടു ദ റീറ്റെയിലേഴ്സ്. എന്നിട്ട് റീറ്റെയിലേഴ്സ് അവിടെ ഓൾറെഡി നമുക്ക് കസ്റ്റമർ ഉണ്ട്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട്, കസ്റ്റമേഴ്സ് വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ദേ ഡിപ്ലോയ് ദ ഹോൾ മെഷീനറി. ഇതാണ് ബേസിക്കലി തിയറി. സോ അൺഫോർച്ചുനേറ്റ്ലി അവർ ടൈം ഇസ് അപ്പ്. Thank you for listening to us. Thank you. Thank you so much. Requesting the panelists to please stay back. ഒരു മിനിറ്റ് നമ്മളൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. So that was a very wonderful session by all the speakers and the moderator. So it is my honor to welcome Mr. Mohammed Mustafa Khoury sir, the founder and CEO of EdRoots International. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And this time he will be presenting the token of love to all these wonderful speakers on behalf of Scale Up